സംഘത്തിൻ്റെ ഈ 6 പുസ്തകങ്ങൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു, 2 വിഭാഗങ്ങൾ സംസാരിച്ചു. ഇനിയിപ്പോൾ സേവനമാണ് പറയാനുള്ളത്. അപ്പോൾ സേവനത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പലപ്പോഴും പോകുമ്പം തന്നെ കണ്ടിട്ടുണ്ട് അവിടെ കഞ്ഞി വിളമ്പുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തന്നെ. പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു പരസ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ആരും അങ്ങനെ സേവാഭാരതിയുടെയാണ് ഒരു കൊടുക്കുന്നു, അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതുപോലെ നിരവധി ആശുപത്രികളിൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും സംഘത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ആരും അറിയാറില്ല, സേവനം കിട്ടുന്നവർ മാത്രമേ അറിയാറുള്ളൂ. അതും സംഘത്തിൻ്റെ ആണെന്ന് തന്നെ അവർക്ക് ചിലപ്പോൾ അറിയണമെന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവം സംഘത്തിനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ 3ാമത്തെ പുസ്തകത്തിൽ നിന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കേരളത്തിൽ നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, കേരളത്തിന് പുറത്ത് എത്രയോ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതെന്തൊക്കെയാണ് ആ പുസ്തകത്തിൽ? അതിൽ അടിസ്ഥാനപരമായി ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ സേവനത്തെക്കുറിച്ച് വലിയ പബ്ലിസിറ്റി കിട്ടാത്തത് എന്ന് വെച്ചാൽ പബ്ലിസിറ്റി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ സംഘം മുന്നോട്ട് വയ്ക്കുന്ന സേവന സങ്കല്പം അത് ഈ നരസേവ നാരായണ സേവ എന്നുള്ള ഒരു സങ്കല്പം വിവേകാനന്ദ സ്വാമികളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഒരു ഈശ്വര പൂജ എന്ന നിലയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവണമെന്നോ പ്രതിഫലം കിട്ടണമെന്നോ അതിൻ്റെ പബ്ലിസിറ്റി ഉണ്ടായി അതിന് സംഘടനയ്ക്ക് വലിയ റീച്ച് അതിൻ്റെ പേരിൽ കിട്ടണമെന്നോ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സേവാപ്രവർത്തനത്തിന് ആ നിലയിൽ അർഹിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇടയിൽ പറഞ്ഞ പുസ്തകത്തിൻ്റെ മാത്രമല്ലാതെ പറഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രളയകാലത്ത് നടത്തിയ കേരളത്തിലെ പ്രളയകാലത്ത് ചെയ്ത സേവന പ്രവർത്തനം, അത് ആദ്യകാലത്ത് ആ സമയത്ത് ധാരാളം സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാവരും സർക്കാർ ഏജൻസികളടക്കമുള്ളത് വളരെ കാര്യമായിട്ട് പണിയെടുത്തിരുന്നു. പക്ഷേ അതിൽ ചില വാർത്തകൾ ശ്രദ്ധിച്ചാൽ ചില ഹൈപ്പ് കിട്ടിയത് അല്ലെ ചില വലിയ പ്രചാരം കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു വ്യക്തിയെ എടുത്ത് പറയില്ല, സംഭവം മാത്രം പറയാം. ഒരാളിനെ പുറത്ത് നിർത്തിയിട്ട് ഒരു വള്ളത്തേലേക്ക് ഒരു സ്ത്രീ കയറുന്ന ഒരു ചിത്രം, അത് ആഗോളതലത്തിൽ വലിയ സംഭവമായിട്ട് പ്രചരിപ്പിച്ചു. പക്ഷേ ആ പ്രളയ സമയത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ സംഘവുമായിട്ട് ബന്ധപ്പെട്ട സ്വയംസേവകരും മരിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ ഒരു സ്വയംസേവൻ തന്നെ അക്കരയ്ക്ക് വടം കെട്ടിപ്പോകാൻ ശ്രമിച്ച് അക്കരെയുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സമയത്തൊരു വളരെ ചെറുപ്പമായിരുന്നൊരു പയ്യൻ പുഴയിൽ വീണ് മരിച്ച അങ്ങനത്തെ മരണങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്ര ഈ വലിയ സേവാ പ്രവർത്തനം ജീവൻ തന്നെ ത്യജിച്ച് സേവന പ്രവർത്തനം നടത്തിയത് വലിയ വാർത്തയൊന്നും ആയില്ല. മറ്റൊരാൾ ഹരിപ്പാടുള്ള ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും അദ്ദേഹം അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. ഒരാൾ തിരുവല്ല ഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ വല്ലാണ്ട് വെട്ടിമറിയുന്ന സമയത്താണ് ഒരു ഗർഭിണിയുടെ ഒരു കുടുംബം വെട്ടിയിരിക്കുന്നു, അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് ഹരിപ്പാടിൽ നിന്ന് നമ്മുടെ പ്രവർത്തകർ വള്ളത്തെ പോവുകയും അത് അവിടെ എത്താറാവുന്ന സമയത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞിട്ടൊരു കവുങ്ങ് അടയ്ക്കാമരം, ഈ കവുങ്ങ് ഒടിഞ്ഞ് വീണിട്ട് ഇത് വള്ളം ഊന്നിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്വയംസേവൻ്റെ അയാളുടെ ഈ കുടൽ ഭാഗം കീറി ഈ കവുങ്ങ് കുത്തിക്കയറുക എന്ന് പറയുമ്പോൾ അത്ര ഭീകരമായിരിക്കും. കീറിയിട്ട് ബോധം പോയില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ തുണി കൊണ്ടും മുണ്ടും തോർത്തും ഒക്കെ ഉപയോഗിച്ച് അത് ഈ കുടൽ ഉള്ളിലാക്കിയിട്ട് വച്ച് കെട്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മറ്റ് പ്രവർത്തകർ തയ്യാറായപ്പോൾ അതിന് സമ്മതിക്കാതെ ആദ്യം ഇവരെ രക്ഷപ്പെടുത്തുക, എന്നിട്ട് മതി എൻ്റെ കാര്യം എന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ആ വീട്ടുകാരെ രക്ഷപ്പെടുത്തി ശേഷം അദ്ദേഹത്തിനെ ആശുപത്രിയിലാക്കുകയും ദീർഘകാലം അദ്ദേഹം ചികിത്സയിലായിട്ട് കിടന്നു. ഒരു പ്രചാരണമോ പബ്ലിസിറ്റിയോ അദ്ദേഹത്തിന് സർക്കാർ സഹായമോ ഒന്നും കൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് സംഘത്തിൻ്റെ സമീപനം സേവനം എന്നുള്ളത് ഈശ്വര സേവയാണ്, ഈശ്വര പൂജയാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്. പക്ഷേ സംഘം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കണക്ക് ഈ പുസ്തകത്തിൽ അതും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുഴുവൻ ഡാറ്റാസും വെക്കാൻ പറ്റില്ല. കാരണം അത്രയധികം പ്രവർത്തനങ്ങളുണ്ട് കേരളത്തിലും ദേശീയ തലത്തിലും. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ സംഘത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിൽ വരുന്നുണ്ട്, ആദ്യം തൊട്ടേ ഉള്ളത്. അതിൽ എടുത്തു പറയാനാണെങ്കിൽ ഇപ്പം വിഭജനത്തിന് തൊട്ട് മുൻപ് നടന്ന കലാപകാലത്ത് നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനം, അഭയാർത്ഥികളായി വരുന്നവർ അല്ലെ ഇരയാകുന്ന ആൾക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സേവനങ്ങൾ, ഒപ്പം വിഭജനത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുണ്ട്. വിഭജനത്തോടനുബന്ധിച്ച് ദുരന്തങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ മുസ്ലിം കുടുംബങ്ങൾ, ഒറ്റപ്പെട്ടു പോയ മുസ്ലിം കുടുംബങ്ങളുണ്ട്. അവരെ സംരക്ഷിച്ച്
അവരുടെ നാട്ടിലേക്ക് അഥവാ അവർ പോകാൻ ആഗ്രഹിച്ച പാകിസ്ഥാനിലേക്ക് ഈ ഏജൻസി സർക്കാർ സംവിധാനം വഴി എത്തിച്ചു കൊടുത്ത് അവരെ സംരക്ഷിച്ച് അവരെ മറ്റ് തിരിച്ചടിക്കുമ്പം അവർക്ക് സംഘർഷം ഫലം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതെ അവരെ സംരക്ഷിച്ച് അവർക്ക് സംരക്ഷണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുത്ത സംഭവങ്ങൾ RSS റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ കോൺഗ്രസ് നേതാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ആ വിഭജനത്തിന് മുൻപും വിഭജനത്തിന് ശേഷവും നടന്ന സേവാ പ്രവർത്തനങ്ങളുടെ വിവരണങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. അതുപോലെ 2 തരം സേവന പ്രവർത്തനങ്ങളാണ് സംഘം ദീർഘകാലം ഈ 100 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ദുരന്തവേളകളിൽ അല്ലെ അപകടവേളകളിൽ ഉണ്ടാകുന്ന സേവന പ്രവർത്തനം. അത് താൽക്കാലികമാണ്. അപ്പോൾ ഒരു സേവന പ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മളിങ്ങനെ മുട്ടി നിൽക്കുക, ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രവർത്തനമല്ല. ദുരന്തവേളകളിൽ പ്രവർത്തനമുണ്ട്. പക്ഷേ അല്ലാത്തപ്പോൾ എന്ത് ചെയ്യും? അല്ലാത്തപ്പോൾ ചെയ്യാൻ കണ്ടമാനം പ്രവർത്തന മേഖലകളുണ്ട്, സേവന മേഖലകളുണ്ട്. അത്തരം സ്ഥിരമായി ചെയ്യേണ്ട സേവന പ്രവർത്തന മേഖലകൾ ഉണ്ട്. ഒന്ന് സാന്ദർഭികമായി ഉണ്ടാവുന്ന വേളകളിലെ സേവന പ്രവർത്തനം. 2 നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കേണ്ട പ്രവർത്തനം. അതിനാണ് വേണ്ടത്ര ആളിനെ കിട്ടാത്തത്, നമുക്കല്ല മറ്റ് പലർക്കും കിട്ടാത്തത്. ഈ 2 തരം പ്രവർത്തനങ്ങളും തുടക്കം മുതലേ സംഘത്തിലുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം ഈ വിഭജന കാലത്തെ കാര്യം പറഞ്ഞു, വിഭജനാനന്തരം പറഞ്ഞു. അതുപോലെ തന്നെ ബീഹാറിലും ബംഗാളിലും വലിയ ക്ഷാമമുണ്ടായ കാലമുണ്ട്. ആ ക്ഷാമകാലത്ത് സംഘപ്രവർത്തകർ മുന്നിട്ട് ഇറങ്ങി നടക്കുകയും ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുക, വസ്ത്രം ശേഖരിക്കുക, മരുന്ന് ശേഖരിക്കുക, രക്തദാനം വേണ്ടി വരും. അത് പ്രത്യേകിച്ചും ദുരന്തവേളകളിലാണ് രക്തദാനം. ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ക്ഷാമകാലത്ത് ബീഹാറിലും ബംഗാളിലും പ്രത്യേകിച്ചും അതിന് ദീർഘകാല പ്രവർത്തനമാണ്. കാരണം അവരെ ഇത് സംഭരണം വേണം, വിതരണം വേണം, പ്രോപ്പറായി അതിന് കണക്കുകൾ വെക്കണം, ഇത് വേണ്ടിടത്ത് എത്തിക്കേണ്ടി വരിക എന്നുള്ളതൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത്തരം പ്രവർത്തനം നടത്താൻ പറ്റും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ വിവരണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ചുഴലിക്കൊടുങ്കാറ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്ര ഭീകരമായിട്ട് അനുഭവിച്ചിട്ടില്ല. അത് വടക്കൻ ഭാരതത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന വലിയ അപകടങ്ങളുണ്ടാക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. ആ വേളകളിൽ വീടുകൾ തന്നെ അപ്രത്യക്ഷമാവുകയും ആൾക്കാർ തന്നെ പറന്ന് കൊടുങ്കാറ്റെടുത്തുകൊണ്ട് പോയി വിദൂരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്യുന്ന വലിയ ദുരന്തങ്ങൾ. അത്തരം ദുരന്തവേളകളിലും ദുരന്ത സ്ഥലങ്ങളിലും പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമല്ല. അത് സർക്കാർ ഏജൻസികളായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും, പോലീസ് ഫോഴ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും, സൈന്യവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. അത് അങ്ങനൊരു വലിയ നെറ്റ്വർക്ക്. അപ്പോൾ സർക്കാരും സൈന്യവും പോലീസും ഒക്കെ അതിന് സമ്മതമാണ് താനും. കാരണം ഇത് ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെ നമ്മൾ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രയിലും രാജസ്ഥാനിലും ഉണ്ടായ പ്രളയം, ഇപ്പോഴത്തെ കണക്കിൽ പറഞ്ഞാൽ കേരളത്തിലും ഉണ്ടായ, അപ്പോൾ ആന്ധ്രയിലെ പ്രളയം, രാജസ്ഥാനിലെ പ്രളയം, കേരളത്തിൽ നടത്തിയ പ്രളയകാലത്ത് നടത്തിയ അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച ആ സംഭവം. അതുപോലെ ഗുജറാത്തിലെ ഭൂകമ്പം അതെ, അങ്ങനെ അത് വലിയ ഇതായിരുന്നല്ലോ. ഈ ഗുജറാത്തിലുണ്ടായ ഭൂകമ്പവും അതുപോലെ ഈ ആന്ധ്രയിലെ പ്രളയകാലത്തുണ്ടായിരുന്ന പ്രവർത്തനം ഒക്കെ വലിയ ദീർഘകാലം നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ്. കേരളത്തിൽ സുനാമി ഉണ്ടായ സമയത്ത് എത്രയോ മാസങ്ങളല്ല, എനിക്ക് തോന്നുന്നു 1.5-2 വർഷക്കാലം നീണ്ടു നിന്ന പ്രവർത്തനം, അതിൽ കൂടുതൽ വേണ്ടി വന്ന ദീർഘകാലം താമസിക്കാനുള്ള ടെൻ്റ് ഉണ്ടാക്കി വെക്കേണ്ടി വരികയും അവർക്ക് കാവലേർപ്പെടുത്തുക. ഇത് വെറുതെ ടെൻ്റ് മാത്രമേ നിങ്ങൾ അവിടെ താമസിച്ചോന്നല്ല, അവരുടെ സുരക്ഷ, അവരുടെ ആരോഗ്യം, അവർക്ക് വേണ്ട വൈദ്യസഹായങ്ങൾ, ഡോക്ടർമാരെ സമയാസമയങ്ങൾ എത്തിക്കുക. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, സുനാമിയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കായംകുളം ആ ഭാഗത്ത്, കരുനാഗപ്പള്ളി ആ ഭാഗത്തായിരുന്നു, ആലപ്പുഴയുടെ തീരങ്ങളിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടായത് കേരളത്തിൽ. അമൃതാനന്ദമയി ആശ്രമവുമായിട്ട് ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ എത്രയോ മാസങ്ങൾ നീണ്ടു നിന്ന ദീർഘകാല പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടതാണ്. അതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള തീവണ്ടി ദുരന്തങ്ങൾ, ഒന്ന് പെരുമൺ തീവണ്ടി ദുരന്തം, മറ്റൊന്ന് കോഴിക്കോട് കല്ലായി ഭാഗത്തുണ്ടായ തീവണ്ടി ദുരന്തം, അതും
ആദ്യ ദുരന്തവേളകളിൽ പത്രവും പോലീസും പിന്നെ മറ്റെല്ലാ സേവന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞെന്നാൽ അത് പുനഃസ്ഥാപിക്കുന്നിടം വരെ അവിടെ നിന്ന് പ്രവർത്തിച്ച സംഘപ്രവർത്തനത്തിന് കോഴിക്കോട് കളക്ടർക്ക് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ദുരന്തവേളയിൽ എല്ലാവരും ഓടിക്കൂടും, സ്വാഭാവികമായിട്ടും അതൊരു മനുഷ്യത്വപരമായ കാര്യമാണ്, അത് നല്ലതുമാണ്. ഇന്നും ആ മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കുന്നു എന്നുള്ളതുണ്ട്. പക്ഷേ ആ ഒരു പ്രത്യേക വേള കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും അങ്ങ് പോകും. മാധ്യമങ്ങൾ പോകുമ്പോൾ ആദ്യത്തെ ഓരോ ഓട്ടപ്പാച്ചിൽ അവസാനിക്കും. അത് കഴിഞ്ഞു അവിടെ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, യന്ത്രങ്ങളെ കൊണ്ട് പോലും ജയിക്കേണ്ട ഈ തീവണ്ടിപ്പാളം ഉറപ്പിക്കുന്ന ഈ കോൺക്രീറ്റ് ഇതുണ്ടല്ലോ, ആ സാധനം വടത്തെ കെട്ടി വലിച്ച് സ്വയം സേവകർ കൊണ്ടുപോയി സ്ഥാപിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ എഞ്ചിനീയർമാരെ സഹായിക്കുന്നു. അതൊക്കെ ശരിക്കും കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് കൂലിയല്ല വിഷയം. അതിനപ്പുറം ഇത് പുനഃസ്ഥാപിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണല്ലോ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ എണ്ണത്തിൻ്റെ വിവരണങ്ങൾ ഈ പുസ്തകത്തിലെ കണ്ടൻ്റാണ്. കൊറോണ സമയത്തേത് നമ്മുടെ കേരളത്തിലും ഭാരതം മുഴുവൻ ആഗോളതലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ചില വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ, അവിടെ മറ്റ് പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ കൊറോണ വന്നപ്പോൾ ഭയപ്പെട്ടു പോയല്ലോ ആൾക്കാർ. പുറത്തിറങ്ങാൻ, കൂടിക്കാണാൻ, വീടിന് പുറത്തിറങ്ങുന്നത് തന്നെ ഇത് പകരും മടിക്കും എന്നുള്ള ഭീതിയിലായിരുന്ന സമയത്തും നമ്മുടെ സേവാഭാരതി പ്രവർത്തകർ അല്ലെങ്കിൽ അതത് രാജ്യത്തെ സേവാ സംഘങ്ങൾ, അതിന് അതത് നാടിൻ്റെ പേരും അംഗീകാരമൊക്കെ ആയിരിക്കും ഉണ്ടാകും. അതിൻ്റെ പേരിൽ അവരുടെ വീടുകളിൽ, അത് അന്യരാജ്യത്തെ അവിടുത്തെ പൗരന്മാരുടെ വീടുകളിൽ മരുന്നോ സഹായമോ എത്തിക്കാൻ നടത്തിയ പ്രവർത്തനം അതത് ഗവൺമെൻറ് അതിനെ അംഗീകരിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നടത്തിയ സേവാപ്രവർത്തനങ്ങളൊക്കെ വളരെ വലുതാണ്. നമുക്കൊരു പുസ്തകത്തിൽ കൊള്ളിക്കാൻ കഴിയാത്ത അത്ര പ്രവർത്തനം ഒരു സന്ദർഭത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അതും ഈ പുസ്തകത്തിൽ അത്തരം കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതുപോലെ മോർവി അണക്കെട്ട് ദുരന്തം, നമ്മൾ രാജ്യം മുഴുവൻ നടുങ്ങിയ, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഗതി. അണക്കെട്ട് ദുരന്തത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ഈ പറയുന്ന പോലെ ദീർഘകാലം നാടിൻ്റെ ജീവിതം തന്നെ, ആ നാട്ടിലെ ജനജീവിതം തന്നെ താറുമാറാവുകയും ചീഞ്ഞളിഞ്ഞ ശവശരീരം എടുക്കാൻ കഴിയാതെ സൈന്യം പോലും നോക്കി നിന്ന സന്ദർഭങ്ങൾ. ആ സമയത്ത് സംഘപ്രവർത്തകർക്ക് ഒരു പരിശീലനവും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ദുരന്ത നിവാരണ പരിശീലനമൊന്നും RSSലില്ല. ആ സമയത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനം ഇന്ദിരാഗാന്ധി പോലും അത് ഹെലികോപ്റ്ററിൽ വന്ന് കണ്ടിട്ട് ഈ പ്രവർത്തനം കണ്ടിട്ട് അനുമോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വിഭജന കാലത്തെ പ്രവർത്തന വേളയിലായിരുന്നല്ലോ ജനറൽ കരിയപ്പ ഗുരുജിയോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് പരിശീലനമാണ് ഇതിനൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുരുജി തമാശ രൂപത്തിൽ പറഞ്ഞ മറുപടി, അത് ഞങ്ങൾ ചടുകൂട് കളിക്കും, എന്നുവെച്ചാൽ കബഡി കളിക്കും, അതാണ് ആകെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്വന്തം ഈ മോർവി അണക്കെട്ട് ദുരന്ത കാലത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, അതായത് ആഴ്ചകളായിട്ട് തെരഞ്ഞ് കിട്ടുന്ന ശവശരീരം അപ്പോഴേക്കും ചീഞ്ഞഴുകിയിട്ടുണ്ടാവും. ഈ വെള്ളം പാഞ്ഞു വരുന്നതാണല്ലോ, അതിൽ ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ശരീരങ്ങളുണ്ടാവും. അത് ദിവസങ്ങൾ വെള്ളം താന്നു കഴിയുമ്പോഴായിരിക്കും ഇതിങ്ങനെ ഈ ചീഞ്ഞ അല്ല മൊട്ടയായ ഈ തലയോട് മാത്രമായിട്ടൊക്കെ പൊങ്ങി നിൽക്കുന്ന ഉടലുകൾ കണ്ടിട്ട് അത് ഗ്ലൗസ് പോലും ഇല്ലാത്ത കൈകൾ കൊണ്ട് കോരിയെടുക്കുന്ന ചിത്രങ്ങളൊക്കെ വിവരണങ്ങളുണ്ട്. ചിലപ്പോൾ ചെളി പോലെ കയ്യിൽ പൂണ്ട് കിട്ടും, ഏത് ഈ ചീഞ്ഞ ഇറച്ചി, മനുഷ്യ മാംസം. അതുപോലും ഒരറപ്പും കൂടാതെ എടുത്ത് നടത്തുന്ന സേവന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് മറ്റാരും അങ്ങനെ അത്ര എളുപ്പമല്ല. അത് ഈ ഒരു രാഷ്ട്ര സേവനം എന്നൊരു ആദർശത്തിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് ഇത് ചെയ്യുന്നത്. അതല്ലാതെ വേറെ എന്ത് കിട്ടുമെന്ന്, അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അവാർഡ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അത്തരം പ്രവർത്തനങ്ങളൊക്കെ ജനം അറിയേണ്ടതായിരുന്നു സത്യത്തിൽ. പക്ഷേ ഇത് അറിയുമ്പോൾ പലരും അതിന് മറ്റു തരത്തിൽ അതിന് രാഷ്ട്രീയമായിട്ടൊക്കെ പിന്നീട് അത് മുതലായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് സർക്കാർ പോലും അതിന് മടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ചില ഉദാഹരണങ്ങളും വിവരണങ്ങളും, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ സംഭവവും ഓരോ പുസ്തകമാക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന പുസ്തകത്തിൽ, ഈ സേവനത്തെക്കുറിച്ചുള്ള 3ാമത്തെ പുസ്തകത്തിലുണ്ട്. സുനാമിയുടെയും കൊറോണയുടെയും കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ വളരെ ആരും ശ്രദ്ധിക്കാതെ പോയ എന്നാൽ ദീർഘകാലമായി സംഘം ചെയ്യുന്ന ഒരു സേവന മേഖലയാണ് വനവാസി മേഖല. 2 തരമാണ്. ഒന്ന് അവരുടെ വിദ്യാഭ്യാസ മേഖല, 2 അവരുടെ ആരോഗ്യ മേഖല. ഈ ആരോഗ്യ മേഖല എത്രയോ കാലമായി ഭാരതം മുഴുവൻ
പ്രത്യേകിച്ച് ഈ നോർത്ത് ഈസ്റ്റിലും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ സംഘം എത്രയോ കാലമായി അവിടെ ദശാബ്ദങ്ങളായി, 1, 2 ദശാബ്ദമല്ല, പറഞ്ഞ 50, 40, 50, 60 വർഷമായി അവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, സ്വയംസേവകരുണ്ട്. ഈ പ്രവർത്തനം നടത്താൻ, ഈ 2 കാര്യവും നടത്താൻ അവർക്ക് വിദ്യാലയം വേണം. അവിടെ ഞാൻ മുമ്പ് വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഏകൽ വിദ്യാലയം, ഒരാൾ കാട്ടിൽ പോയി നിന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അവിടെ ചെള്ളു പിടിച്ച, എറുമ്പ് പിടിച്ച ഈ തലയും ഒക്കെ ആയിട്ട് നടക്കുന്ന കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ പ്രവർത്തനമല്ല. അതുപോലെ ഇപ്പം വയനാട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ചില വിഭാഗം പുറത്തേക്ക് വരില്ല, മരുന്ന് കൊടുക്കാൻ വെച്ചാൽ അവർക്ക് വേണ്ട, മരുന്ന് വേണ്ട, വിദ്യാഭ്യാസം വേണ്ട എന്ന് കണക്കാക്കുന്ന വനവാസി വിഭാഗങ്ങളുണ്ട്. അതിനങ്ങോട്ട് കൊണ്ടുപോയി, ഇപ്പം വയനാട് മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ്റെ പേരിൽ ഓരോ ഗ്രാമത്തിലേക്ക് വൈദ്യവുമായിട്ട് ഡോക്ടർ പോവുക. ഡോക്ടർ സഹദേവ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ നാഗപ്പൂരിൽ നിന്ന് സംഘം പറഞ്ഞിട്ട് വന്നതാണ് അദ്ദേഹം വന്നു അവിടെ താമസിച്ച് അദ്ദേഹം അവിടുത്തുകാരനായി മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ വനവാസി ഗ്രാമത്തിലും നമ്മുടെ സേവാപ്രവർത്തകർ അങ്ങോട്ട് പോയി അവർക്ക് മരുന്ന് കൊടുക്കുകയാണ്. സ്നേഹപൂർവ്വം വിളിച്ചിരുത്തി അവരുടെ ഊരിനകത്തിരുന്നാണ്, അതിനൊക്കെ ചില പദ്ധതികളുണ്ട്. അവരുടെ ഊരിനകത്തിരുന്ന് അവരെ പരിശോധിച്ച് അവർക്ക് മരുന്ന് കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, ബോധവൽക്കരിക്കുന്നു. ഈ മരുന്ന് കഴിക്കണമെങ്കിലും ബോധവൽക്കരണം ആവശ്യമാണ്, അത് ചെയ്യുന്നു. അതുപോലെ അവിടുത്തെ തന്നെ അത് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി അവിടുത്തെ പെൺകുട്ടികളെ സേവാവൃതികളാക്കി മാറ്റിക്കൊണ്ട് അവരെ ചെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. എന്നിട്ട് അവർക്ക് പരിശീലനം കൊടുത്തിട്ട്, ആ പരിശീലനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ ക്യാമ്പിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വയനാട്ടിൽ. അവിടെ പോയി അവർ പോയിട്ട് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കും. അത്തരം പ്രവർത്തനങ്ങൾ അപ്പം മുഴുവൻ ഭാരതത്തിലും വനവാസി വിഭാഗത്തിൻ്റെ ആരോഗ്യ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു കണ്ടൻ്റാണ്. അതുപോലെ 100 കണക്കിന് ബാലബാലികാ സദനം, മുമ്പേ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എത്രയോ ബാലികാ സദനങ്ങൾ നടത്തുന്നു, ബാലസദനങ്ങൾ എത്രയോ എണ്ണം നടത്തുന്നുണ്ട്. ഇതൊന്നും അനാഥമന്ദിരം എന്ന പേരിലല്ല. നിങ്ങൾ എത്ര അനാഥമന്ദിരം നടത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നുപോലും ഇല്ല. കാരണം അവരെ നമ്മുടെ മക്കളായി പരിഗണിച്ചിട്ടാണ് ഇത് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ബാലികാ സദനം, അവിടെ പ്രവർത്തിക്കുന്ന അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ട്. ഈ മക്കൾ അവരെ അച്ഛനോ അമ്മയെന്നൊക്കെ വിളിക്കുന്നത്, അല്ലെ അമ്മായിന്നോ ചേട്ടന്നോ പ്രായം അനുസരിച്ചിട്ടാണ് വിളിക്കുന്നത്. അവിടെ സാറെന്നുള്ള വിളിയില്ല, ആ സാറ് പോയി അവരെ സഹായിക്കുക എന്ന ഏർപ്പാടില്ല. അത്തരം പ്രവർത്തനങ്ങൾ ബാലബാലികാ സദനങ്ങൾ മുഴുവൻ ഭാരതത്തിലും നടത്തുന്നു, എത്രയോ വർഷങ്ങളായി നടത്തുന്നു. ഇപ്പോൾ ഈ സേവാഭാരതി മുഴുവൻ ഭാരതത്തിലും അറിയപ്പെടുന്ന, ആഗോളതലത്തിൽ അറിയപ്പെടുന്നൊരു പ്രവർത്തനം. അടുത്ത കാലത്ത് അതിന് വേറൊരു ഡിവിഷനും കൂടി ഉണ്ടായി, സക്ഷമ എന്ന് പറഞ്ഞിട്ട്. അതിനാദ്യം വേറൊരു പേരായിരുന്നു. ഈ നമ്മളതിന് പേരിട്ടിരിക്കുന്ന, ഇപ്പം മോദി അതിന് പറഞ്ഞ് ദിവ്യാംഗർ എന്നൊരു നല്ല പേര് കൊടുത്തു. നമ്മൾ അതിന് ഈ പറയുന്ന പോലെ അനാഥരെന്നോ വികലാംഗരെന്നോ ഒന്നും പേരിടാതെ അത്തരം ആൾക്കാരെ, പ്രത്യേകിച്ചും ഈ വൈകല്യം വന്ന ആൾക്കാരുടെ മാത്രം പ്രവർത്തനം, അതിൽ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന, അതറിയാമല്ലോ, അത്തരം ആൾക്കാരുടെ വീടുകളിൽ നമുക്ക് പോയാൽ സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ജന്മം മുഴുവൻ ആണ്, തൽക്കാലത്തെ ഒരു സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന കേസല്ലല്ലോ, മരണം വരെയും അവരുടെ അച്ഛനമ്മമാരോ മക്കളോ അത് അനുഭവിക്കേണ്ടി വരികയാണ്. അവരെ മുഴുവൻ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന സക്ഷമയുടെ പ്രവർത്തനമുണ്ട്. അത് കേരളത്തിൽ ഇപ്പം സർവ്വവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ പലപ്പോഴും പലരും പല സേവാ സംഘടനകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ പാവങ്ങളുടെ, ദരിദ്രരുടെ, അനാഥരായ ആൾക്കാരുടെ മരണാനന്തര കർമ്മങ്ങൾ. ഇപ്പോൾ അത് ഒരെണ്ണം വെച്ചിട്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി, അത് വേറെ കാര്യം, നമ്മളതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. അതിനു വേണ്ടി സേവാഭാരതിയുടെ പ്രവർത്തനം പ്രത്യേകമുണ്ട്. സേവാഭാരതി യൂണിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ മരണാനന്തര കർമ്മം ചെയ്യാനുള്ള വസ്തുവകകൾ അവരെന്തെങ്കിലും, ആ വീട്ടുകാരെന്തെങ്കിലും, അല്ലെങ്കിൽ പാവങ്ങളാണ് അവർ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് സേവാഭാരതി തന്നെ സംഘടിപ്പിക്കുന്നത്. ഇപ്പം വീടില്ലാത്ത പ്രശ്നമുണ്ട്, ഭൂമിയില്ല, എവിടെ വെച്ച് സംസ്കരിക്കും, അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പം നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ പൊതു ശ്മശാനമുണ്ട്, അല്ലാത്തടത്ത് എന്ത് ചെയ്യും? അപ്പോൾ അതിന് മൊബൈൽ ഈ ശവസംസ്കാര യൂണിറ്റ് ഉണ്ട്. അതിന് ഒരു പെട്ടി പോലെയൊക്കെ ആക്കി അതിനുള്ളിൽ തന്നെ സംസ്കരിച്ച് ചെയ്യാവുന്ന ഏർപ്പാട്. അത് ഗ്യാസ് കൊണ്ട് ചെയ്യാവുന്നതുണ്ട്, കറണ്ട് കൊണ്ട് ചെയ്യാവുന്നതുണ്ട്, വിറക് വെച്ചും ചെയ്യാവുന്നുണ്ട്. അപ്പം ഗ്യാസ് കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ. മൊബൈൽ ശവസംസ്കാര യൂണിറ്റ് ഉണ്ട്.
ചിതഗ്നി എന്ന് പറഞ്ഞിട്ട് അഗ്നിയാണല്ലോ ചിതയിൽ വെക്കുന്നത്. അതിന് വേറെ ദാർശനിക അർത്ഥവും വേറെയുണ്ട്. പക്ഷേ അതിൽ പ്രായോഗികമായി ചിതഗ്നി എന്നുള്ളതിനെ പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ട് അത് ഈ കേരളത്തിലൊക്കെ സർവ്വവ്യാപിയാണ്. ഇതൊന്നും പൊതുസമൂഹത്തിൽ വലിയ പ്രചാരം. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിൽ പെടുന്നതാണ് സേവന പ്രവർത്തന മേഖല എന്നുള്ളത്. തന്നെ വളരെ വിപുലമാണ്. അതിൻ്റെ ഒരു സംക്ഷിപ്തം എന്നേ കണക്കാക്കാൻ പറ്റൂ. അത് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻ്റാണ്, മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ. മാത്രമല്ല എല്ലായിടത്തും പലയിടത്തും ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഇപ്പം ഈ സംസാരത്തിൽ പോലും ഇത് വന്നിട്ടില്ല. ഇല്ല, ആശുപത്രി അത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ ആശുപത്രികൾ നടത്തുന്നുണ്ട്. ആശുപത്രി നടത്തുന്നു എന്ന് മാത്രമല്ല, രണ്ട് തരത്തിലുണ്ട്. ചിലയിടത്ത് ഇപ്പോൾ പൈസ വാങ്ങേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ളിടത്ത് നിശ്ചിതമായ അല്ല ഒന്നുകിൽ പാവങ്ങൾ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചിത അളവിലുള്ള സൗജന്യ ചികിത്സ ആശുപത്രികൾ നടത്തുന്നുണ്ട്. ചില സ്ഥലത്ത് ആശുപത്രിയുടെ സൗജന്യ ചികിത്സകളുണ്ട്. ആശുപത്രിയുടെ യൂണിറ്റ് പോയി നടത്തുന്ന സേവാ പ്രവർത്തനങ്ങളുണ്ട്. മുമ്പ് ഞാൻ വയനാട്ടിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതുപോലെ അല്ലാതെ മെഡിക്കൽ ക്യാമ്പുകൾ അട്ടപ്പാടിയിലുണ്ടല്ലോ. അട്ടപ്പാടി വയനാട്ടിൽ അവിടെ ഡോക്ടർ നാരായണൻ ഇപ്പോൾ എനിക്കറിയാം, അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിലൂടെ പ്രവർത്തനത്തിൽ വന്ന് ഡോക്ടർ പരീക്ഷ പാസ്സാവുമല്ല, ഡോക്ടർ പരീക്ഷ പൂർത്തിയായ ഉടനെ റിസൾട്ട് വരാൻ കാത്തു നിൽക്കാതെ സേവാഭാരതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി സന്നദ്ധനായി പ്രചാരകമായ ആളാണ് അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിന് സംഘം നേരെ അയച്ചത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ പോയി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു പ്രായോഗിക പരിജ്ഞാനം വേണമല്ലോ. അതിന് ഡോക്ടർ സഹദേവിൻ്റെ കൂട്ടത്തിൽ നിർത്തി അതെങ്ങനെയാണ് പ്രവർത്തനം നടത്തുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ സംഘം നിശ്ചയിച്ച പ്രകാരം അട്ടപ്പാടിയിലേക്ക് വരുന്നു. അവിടെ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ വേറെ തുടങ്ങുന്നു, വയനാട്ടിലെ പോലെ തന്നെ. ആ അട്ടപ്പാടി കേന്ദ്രമായിട്ട് വളരെ വലിയ പ്രവർത്തനം ഇപ്പം അട്ടപ്പാടിയിലെ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ഈ പറയുന്ന തരത്തിൽ അവിടെയൊക്കെ വയനാട്ടിലും ഈ അട്ടപ്പാടിയിലും ഇടുക്കിയിലും ഒക്കെ ഈ വനവാസികൾക്ക് മുഴുവൻ ചികിത്സയും സൗജന്യമാണ്. അത് മരുന്നിന് പോലും ഒന്നിനും പൈസ വാങ്ങുന്നില്ല. അവരുടെ ചികിത്സ, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുഴുവനും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം പ്രചാരക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും അട്ടപ്പാടിയിൽ ആ പ്രവർത്തനം വളരെ ഗംഭീരമായിട്ട് നടന്നു വരുന്നു. അദ്ദേഹം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ അങ്ങോട്ട് പോയിട്ട് വൈദ്യ പരിശോധനയും ചികിത്സ, മെഡിക്കൽ ക്യാമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഭാഗമാണ് അത്. മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അനേകം സ്ഥലങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ കണ്ടു, കോട്ടയത്ത് പുതുപ്പള്ളിയിൽ അവിടെ ഒരു സേവാകേന്ദ്രമുണ്ട്, എറിഗാർഡ് സേവാകേന്ദ്രം. അവിടെ കഴിഞ്ഞ ദിവസം നേത്രപരിശോധന ക്യാമ്പ്, ആ പരിശോധന, ഈ പരിശോധന, പ്രമേഹ പരിശോധന എന്നൊക്കെ നടക്കുന്നുണ്ട്. അപ്പം വ്യാപകമായി ആശുപത്രികൾ നടത്തുകയോ ക്ലിനിക്കുകൾ നടത്തുക, ഇപ്പോൾ ചില വിദൂര പ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ ആശുപത്രി നടത്താൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഈ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ നമ്മുടെ ആശുപത്രികളിലേക്ക് കൊണ്ടുവരും. പിന്നെ മെഡിക്കൽ കോളേജ്, മുമ്പേ തുടക്കത്തിൽ ഇങ്ങോട്ട് സൂചിപ്പിച്ച ഒരു സംഗതിയില്ലേ, ഈ ആശുപത്രികളിൽ ആഹാരം കൊടുക്കുന്ന ഏർപ്പാട്. സത്യത്തിൽ അത് കേരളത്തിൽ എത്രയോ വർഷമായിട്ട് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആദ്യം തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ആണ് ആദ്യം തുടങ്ങിയത്. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, 2 മെഡിക്കൽ കോളേജിലും എത്രയോ വർഷമായിട്ടത് ചെയ്യുന്നു. 25 വർഷത്തിന് മുകളിലോ എന്തോ അത് കൂടുതലായി, 25ഒന്നുമല്ല 30 അതിൽ കൂടുതലോ ആയിട്ടുണ്ട്. മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ അവിടെ വരുന്ന പാവങ്ങൾക്ക് ആഹാരം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കണക്കെടുക്കണം. കാരണം അവർ സ്വന്തമായിട്ട് ചെയ്യുകയാണ്, പൈസക്കല്ല, ചെയ്ത് ഒരു സ്ഥലത്ത് ആഹാരം ഉണ്ടാക്കി പാത്രത്തിനകത്താക്കി അത് കൊടുക്കാനുള്ള പാത്രവും വിളമ്പാനുള്ള ആൾക്കാരും എല്ലാം വേറെ വണ്ടിയെ കയറ്റി വെച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി നിശ്ചിത സമയത്ത് അത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം വൃത്തിയാക്കി ശുചിയാക്കി തിരിച്ചു വരികയാണ്. അത് കേരളത്തിൽ എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്, ഇഷ്ടം പോലെ. കേരളത്തിൽ തന്നെ അനേകം ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിലും പല അല്ലാത്ത ആശുപത്രികളിലും ഈ ആഹാരം കൊടുക്കുന്ന, അത് ഒരു നേരമല്ല കൊടുക്കുന്നത്, 365 ദിവസവും ചെയ്യുകയാണ്. ചില വിശേഷ ദിവസങ്ങളിൽ ഏതെങ്കിലും നല്ല ആൾക്കാർ വന്നത് ചില ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആദ്യം തുടങ്ങിയ സേവാഭാരതി പ്രവർത്തനം ചെയ്യും ഭക്ഷണം കൊടുക്കലാണ്. അത് കഴിഞ്ഞ് പിന്നെ അത് വികസിച്ച് അവിടെ എല്ലാ രക്തദാനം ഒരു വലിയ സേവാരംഗമാണ്. എത്രയോ പേർക്കത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ എറണാകുളത്തെ എയിംസിൽ ഒരു യൂണിറ്റ് തന്നെ സേവാഭാരതിയുടെ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നോക്കാൻ തന്നെ ഒരാളുണ്ട്.
ഇങ്ങനെ ആരോഗ്യരംഗത്ത് അത് ഓരോന്നും എണ്ണിപ്പെറുക്കി ഓരോ വിഭാഗമായിട്ട് തിരിച്ചാൽ പിന്നെയും പറയേണ്ടി വരും. കണ്ടമാനം പ്രവർത്തനങ്ങൾ ഓരോ രംഗത്തും, വൈദ്യരംഗത്ത്, ആശുപത്രി രംഗത്ത്, ചികിത്സാ രംഗത്ത് നടക്കും. അല്ല, ഇതിപ്പോൾ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായല്ല, പക്ഷേ എന്നാലും പൊതിച്ചോറിൻ്റെ DYFIയുടെ പൊതിച്ചോറിൻ്റെ സമയത്ത് അതൊരു വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അത് പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, RSS എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രക്തദാനം DYFIയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ കൊടുക്കുന്ന രക്തദാനത്തെപ്പറ്റി വലിയ വാർത്തകൾ വരാറുണ്ട്. എത്രയോ കാലമായി, അതായത് ഇപ്പോൾ സംഘപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം ശേഖരിക്കുന്നത് നമ്മുടെ രക്തഗ്രൂപ്പിൻ്റെ ഇതാണ്. അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം നമുക്ക് പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും ആരും പറയേണ്ടത് ആവശ്യം ഉണ്ടായിട്ടില്ല. എത്രയോ പ്രാവശ്യം പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും അത് കണക്കപ്പെടുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു 35 കൊല്ലം മുമ്പ്, 37 കൊല്ലം മുമ്പ് കോട്ടയം, അന്നേരം എൻ്റെ കേന്ദ്രം കോട്ടയവും ചങ്ങനാശ്ശേരിയൊക്കെ ഉണ്ട്. ആ സമയത്ത് അവിടെ നമ്മുടെ താലൂക്കിൻ്റെ ചുമതലയുള്ള ഒരു പ്രവർത്തകൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അരിക്കലാണ് കോട്ടയം, അന്നിന്ന മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി ഇത്രയും വികസിച്ചിട്ടില്ലല്ലോ. കാരണം ഇപ്പം ഒത്തിരി സംവിധാനങ്ങളോടുകൂടി സർക്കാർ ആശുപത്രികൾ കുറച്ചുകൂടി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ നിന്നും കോട്ടയത്തു നിന്നും ആലപ്പുഴ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ള രോഗികൾ ഗുരുതരമായി വരുന്നത് കോട്ടയം മെഡിക്കൽ. രക്തം ആവശ്യമുണ്ട് ഉടൻ ആൾക്കാർ വരുന്നത് കോട്ടയം കാര്യാലയത്തിലേക്കാണ്. ഓരോ ദിവസം എത്ര പേര്. അപ്പോൾ നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു, അല്ലെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, അല്ലെ നാട്ടുകാർ പറഞ്ഞു, RSSൻ്റെ കാര്യാലയത്തിൽ പോയാൽ രക്തം കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വരികയാണ്. അവരെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാ എന്താണെന്ന് വെച്ചാൽ RSSുമായിട്ട് അവരുടെ നാട്ടിലോ ഒരിടത്തും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അന്വേഷിച്ച് കേട്ടു വരികയും അവർക്കൊക്കെ ആകുന്നത് പോലെ അന്ന് ആലോചിക്കണം. രക്തഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ ദൂരെ ദിക്കുകളിൽ നിന്ന് സ്വയംസേവകർ വരണം. അവർ കയ്യിൽ നിന്ന് രണ്ട് കാര്യം. ഒന്ന്, അവർ പണി മുടക്കിയിട്ട് വരണം. പണിക്ക് പോണവരാണ്. അന്നത്തെ അവരുടെ കൂലി നഷ്ടപ്പെടുത്തണം. പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വണ്ടിക്കൂലിക്ക് പൈസ കൊടുത്ത് വേണം വരാൻ. ഇതുപോലെ രക്തം സംഭരിച്ച് വെക്കാനുള്ള സംവിധാനം വളരെ കുറവാണെന്ന്. നേരിട്ട് രക്തം കൊടുക്കണം. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അവർ വരണം. അവരുടെ പോക്ക് വരവ്, അതിൻ്റെ ഇതെല്ലാം ദാരിദ്ര്യകാലത്ത് അന്നും തൊട്ടേ നടക്കുന്നുണ്ടെന്നർത്ഥം. ഇപ്പോൾ കുറേ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ എല്ലാവരും ചെയ്യുന്നുമുണ്ട്. അതെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഓടി വരുന്നത് നല്ല ഓർമ്മകൾ ഇഷ്ടം പോലെ ഉണ്ട്. എമർജൻസി ആണല്ലോ. ആദ്യം വരുന്നത് സ്ഥലത്തെ ശാഖയിലേക്കാണ്. നാട്ടിൻപുറത്താണ് ശാഖയിലേക്ക് വരും. അവിടുന്ന് നേരെ ആശുപത്രി ഉള്ളതൊക്കെ വിളിക്കുക. അതെ, അത് കഴിഞ്ഞ് കാര്യാലയം, പിന്നെ താലൂക്ക് കാര്യാലയങ്ങളിലേക്ക്. അല്ല, പിന്നെ അങ്ങനെ ചിന്തിക്കുന്നവർ എപ്പോഴും ചിന്തിക്കുന്നത് ഇവിടെ ആളുകൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ള ചിന്തയില്ല. അത് വേറെ ഒന്നും അവർക്ക് അറിയില്ല. അവർക്ക് അത് ഇവിടെ ചെന്നാൽ കിട്ടും എന്നുള്ളത്. അത് അവർ വിചാരിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി RSSകാർക്ക് പ്രത്യേക സംവിധാനം ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതിനെല്ലാ ദിവസവും 10 പേര് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവിടെ ചോദിച്ചാൽ അപ്പോൾ അവർ പോകാൻ വേണ്ടി ഒരു സംവിധാനമില്ല. ഈ പാവങ്ങളായ സ്വയം സേവകർ നാട്ടും പുറത്തുനിന്ന് കൂലിപ്പണി ഉപേക്ഷിച്ചിട്ടോ അല്ല മറ്റെന്തെങ്കിലും പണി ഉപേക്ഷിച്ചിട്ടോ അന്നത്തെ കൂലി കളഞ്ഞിട്ട് അവർ പാഞ്ഞു കെട്ടി വരികയാണ്. രാത്രിയിലൊക്കെ ഇപ്പോൾ അപകടമാണ്, ആ നിമിഷമായിരിക്കും വിളിക്കുന്നത്. പച്ച പാതിരാക്കി വിളിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്താത്ത അനേകായിരം കാര്യങ്ങളുണ്ട്. പക്ഷേ രേഖപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ ഇത്തരം ഓരോ മേഖലയിലെയും പ്രവർത്തനത്തിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സംഗ്രഹ വിവരമാണ് ഈ പുസ്തകത്തിൽ. എനിക്ക് തോന്നുന്നത് സംഘം മുൻകൈയെടുത്ത് സത്യത്തിൽ ഓരോ രംഗത്തെക്കുറിച്ചും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കെടുത്ത വാള്യങ്ങളോളം എഴുതാനുള്ളതുണ്ടാവും. അതുതന്നെ വേറെ ഇനിയും ഒരു പക്ഷേ വേണ്ടി വരും. സേവന രംഗത്തെ ഓരോ രംഗത്തെയും പ്രവർത്തനം, ഇപ്പോൾ രക്തദാനം മാത്രം അല്ലെങ്കിൽ ജീവദാനം നടത്തിയത്, ഈ ചികിത്സാ വീട്, ഇങ്ങനത്തെ സെപ്പറേറ്റ് എടുത്തെന്നാൽ കണ്ടമാനം ഉണ്ടാവും. അല്ല, ഒരു 100 വർഷം ആയ ഒരു സംഘടന വെറുതെ ഒരു 100 വർഷം തികക്കില്ലല്ലോ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഇങ്ങനെയുള്ള അറിയാത്തവരുടെ ഒരുപാട് അനുഗ്രഹങ്ങളും ഒക്കെ കൊണ്ടാണല്ലോ അതിൻ്റെ ത്യാഗങ്ങളും സഹനങ്ങളും. ഈ സേവന പ്രവർത്തനത്തിൽ ഞാൻ അതോടെ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പ്രവർത്തിപ്പിക്കുന്ന സംഘത്തിൻ്റെ പ്രചാരകന്മാരോ പ്രവർത്തകന്മാരോ മുതിർന്ന കാര്യകർത്താക്കന്മാരോ ഒക്കെ അവർക്ക് വലിയ ധാരണയും കാഴ്ചപ്പാടും അറിവും നേതൃത്വവും ഒക്കെ ഉണ്ടെന്ന് വയ്യ. ഈ നാട്ടിൻപുറങ്ങളിൽ പ്രവർത്തിക്കുന്ന പാവങ്ങളായ സ്വയംസേവകർ അവരിതൊന്നുമല്ല. സംഘത്തിനോടുള്ളൊരൊറ്റ ആദർശം, രാഷ്ട്രസേവനം എന്നുള്ളൊരൊറ്റ ആദർശത്തിൽ ഈ പാവങ്ങൾ 100 കൊല്ലം അവരുടെ ജീവൻ്റെയും രക്തത്തിൻ്റെയും വിലയാണ് സംഘം 100 കൊല്ലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസാരമല്ലാതെ.